നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പറ സത്യമേ, ഓറഞ്ച് പഴമോ അതോ നിറമോ? ഭാമി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, കുട്ടികളോട് കളിക്കാൻ നിൽക്കല്ലേ. പറ സത്യമേ, ഓറഞ്ച് പഴമോ അതോ നിറമോ? അത് പിന്നെ എടി ശ്യാമേ, നിനക്കറിയാവോ? ഇവളുടെ ഈ ചോദ്യങ്ങളും സംശയങ്ങളും കാരണം ഞാൻ വലഞ്ഞിരിക്കുക. സത്യമേ, നമ്മളെ വിട്ടേക്ക്. പിള്ളേ, ചോദിച്ചെന്താന്ന് ഞാൻ ശരിക്ക് കേട്ടില്ല സത്യമേ. ഈയിടെ ആയിട്ട് എനിക്ക് ചെറിയ കേൾവി കുറവുണ്ട്. അല്ലെങ്കിൽ ആവശ്യമുള്ളൊന്നും കേൾക്കില്ലല്ലോ ഇയാള്. എന്താണ് എടി പൊന്നി, നിനക്കറിയാമെങ്കിൽ പറയ്. അയ്യോ സത്യാമ്മേ, കിച്ചണിൽ ഒരുപാട് പണി കിടക്കുന്നു, ഞാനത് ചെയ്യട്ടെ. എന്റെ ഭാമയെ തോറ്റെന്ന് അങ്ങ് സമ്മതിച്ചേക്ക്. വല്ല കാര്യമുണ്ടോ? തോറ്റോ? തോറ്റു പോരെ. അയ്യേ, സത്യമ തോറ്റേ. സത്യമ തോറ്റേ. സത്യമ തോറ്റേ. ശരി, ഇനി നീ പറ ഉത്തരം. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമല്ലേ ചാ, ഓറഞ്ച് പഴമാണോ അത് നിറമാണോന്ന്? സംശയം എന്താ? ഓറഞ്ച് ഒരു പഴമല്ലേ? അതെങ്ങനെയാടാ ശരിയാവുന്നേ? ഞാൻ പഴം എന്ന് പറയുമ്പോ ഇവള് നിറം എന്ന് പറഞ്ഞാലോ? അതെ, ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ അതിനുള്ള ക്ലൂ ഉണ്ട്. എ ഫോർ ആപ്പിൾ. ആപ്പിളിന്റെ കാര്യത്തില് പറഞ്ഞോണ്ടിരുന്നേ. അപ്പൊ പിന്നെ ഓറഞ്ച് പഴം തന്നെയല്ലേ? അയ്യോ, മിടുക്കി, മിടുക്കി. ഓ, ഇപ്പൊ ഇയാളുടെ ചെവിക്ക് കേൾവി കുറവൊന്നുമില്ലല്ലോ. അത് ചില സമയത്ത് എനിക്ക് കൃത്യമായിട്ട് കേൾക്കാൻ സത്യമേ. ഈ വക്രബുദ്ധി കാരണം ഇയാളുടെ തലയിൽ മൂടിയിരിക്കാത്തത്. എന്തിനാ ഭാമേ പപ്പിക്കുട്ടോട് തോറ്റ നീ പിള്ളേരുടെ മുഖത്തോട് കയറുന്നേ? വല്ല കാര്യമുണ്ടോ? അല്ല അല്ല മോനെ, പപ്പിമോളുടെ ചോദ്യത്തിന് ഉത്തരം നീ എങ്ങനെ കൃത്യമായിട്ട് അറിഞ്ഞേ? അല്ല, നിനക്കത്രയ്ക്ക് വളഞ്ഞ ബുദ്ധിയൊന്നുമില്ല. അത് പിന്നെ അവര് തമ്മിലല്ലേ എപ്പോഴും കൂട്ട്. ആ അതെ, കമ്പനി വിടാൻ പറ്റിയ ആൾക്കാരെ കണ്ടു. ഈ പ്രായത്തിൽ ഇവളെ പോലെ തന്നെ ആയിരുന്നു ഇവനും കുസൃതിയെ. ഇവളുടെ ചില നിപ്പും നോട്ടോ കാണുമ്പോ ഇവന്റെ ചെറുപ്രായ ഓർമ്മ വരുന്നതേ. എന്നാ നമുക്ക് സ്കൂളിലേക്ക് പോവാം. ആ, ബാഗിങ്ങതാ. ബാഗ് ഞാൻ എടുത്തോളാം പപ്പി മോളെ. വേണ്ട, എന്റെ ബാഗല്ലേ, ഞാൻ എടുത്തോളാം. പോവാൻ വലിയച്ചാ. എങ്ങോട്ട്? സ്കൂളിലേക്ക്. സ്കൂളിലേക്കാ? ഞാനാ? എടി, സ്കൂളെന്ന് കേൾക്കുന്നതേ എനിക്ക് വെറുപ്പാ. സ്കൂളിലേക്ക് 7ാം ക്ലാസ് വെച്ച് അവസാനിപ്പിച്ച ഞാൻ ആ വൃത്തിയേട്ടന്മാരായിട്ടുള്ള ചങ്ങാത്തം. എന്നെ സ്കൂളിൽ കൊണ്ടുപോയി വിടാൻ. സോറി, ഞാൻ ആ ടൈപ്പല്ല. മര്യാദയ്ക്ക് വരാനാ പറഞ്ഞത്. നിന്റെ അച്ഛനോട് പോയി പറയടി. അച്ഛനോട് തന്നെയാ പറഞ്ഞത്. പപ്പി, അച്ഛനേക്കാൾ വലിയ അച്ഛനല്ലേ വല്യച്ഛൻ? ആ വല്യച്ഛനോടാ പറഞ്ഞത്. എന്നെ കൊണ്ട് എന്തായാലും മനസ്സ് തോന്നില്ല. എന്നാ ഞാനിന്ന് സ്കൂളിൽ പോകുന്നില്ല. എടാ, കുഞ്ഞിനിട്ട് ഇങ്ങനെ സങ്കടപ്പെടുത്താടാ. പപ്പിക്കുട്ടി, അതെ, എന്നോട് മിണ്ടല്ല. എന്റെ പപ്പിമോളെ വല്യച്ഛനല്ലാതെ പിന്നെ ആരാ സ്കൂളിൽ കൊണ്ടുപോയി വിടുക? സത്യം. സത്യോടെ ചക്കര. പിന്നെന്താ?
കൊണ്ടുവിടില്ലെന്ന് പറഞ്ഞത്? അത് ഈ കുറുമ്പിയുടെ പിണക്കം കാണാൻ വേണ്ടിട്ടല്ലേ? സത്യം? സത്യവടി. എങ്കി പോവാം. ആ ദാ. പോവാം അമ്മേ. മോളെ അച്ഛമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കേ. ഉം. ദാ, ഇത് പിടിച്ചേ. ഓ ആയിക്കോട്ടെ. അച്ഛമ്മേ. ആ? ആ. ആ. ഒരുപാട് പഠിച്ച് നല്ല മിടുക്കിയാവും അച്ഛമ്മയുടെ മോള്. ദേ അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കേ. ഉം. അച്ഛച്ചാ. ആ പഠിച്ച് പഠിച്ചെന്റെ മോള്. പഠിച്ചു പഠിച്ച് ഞാൻ ആരാവണം അച്ഛച്ചാ? അതൊക്കെ മോളുടെ ഇഷ്ടം പോലെ. എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. ആ എന്താ പറയണത്? അത് സസ്പെൻസാ. ഓ ശരി. പല്ലിച്ച. പടാ. വല്യച്ഛന്റെ അനുഗ്രഹം എപ്പോഴും പപ്പി മോൾക്കുണ്ടാവും. പ്രാർത്ഥനയുണ്ടാവും. നമുക്കിറങ്ങാം. വല്യച്ഛനുമ്മ. അയ്യോ വിട്ടേ വിട്ടേ. എന്താ? ആ ഫോട്ടോയിലുള്ള ആളോട് പറഞ്ഞില്ലല്ലോ. ഇതാരാന്ന് ചോദിച്ചാ ആരും പപ്പി മോളോട് പറയേയില്ല. പപ്പി ഭാമേ, മോർണിംഗ് വന്നേ. മോളുടെ സ്കൂളിലെ ആദ്യത്തെ ദിവസമല്ലേ ഇന്ന്? ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസം. പഠിക്കുക, പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കുക, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക, കൂട്ടുകാർക്കൊപ്പം കളിക്കുക, സന്തോഷിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായാൽ മതി ഇപ്പൊ ഈ കുഞ്ഞു തലയില്. കേട്ടോ? അശുഭ ചിന്തകളൊന്നും കയറ്റി വെക്കണ്ട. മനസ്സിലായോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.